ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അംഗൻവാടിയിലും സർക്കാർ ആശുപത്രികളിലും ആയുഷ് മിഷനിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കൊല്ലം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കൊല്ലം ലീഗൽ എയ്ഡ്സ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റത്തിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യത ബിരുദവും DCA അല്ലെങ്കിൽ MS ഓഫീസ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഓഗസ്റ്റ് 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ നിയമസേവന അതോറിറ്റി കാര്യാലയത്തിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടിക്കായി നിശ്ചിത യോഗ്യതയുള്ള വ്യക്തികളിൽ നിന്നും പാരാ ലീഗൽ വോളണ്ടിയർ തസ്തികയിലേക്ക് വോക്കിൻ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തുന്നുണ്ട്. നിയമസേവന അതോറിറ്റി കാര്യാലയത്തിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. യോഗ്യത ബിരുദം, ബിരുദാനന്തര ബിരുദം, MSW തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. പ്രായപരിധി നിയമ വിദ്യാർത്ഥികൾക്ക് 18 മുതൽ 65 വയസ്സ് വരെയാണ്. മറ്റുള്ളവർക്ക് 25 മുതൽ 65 വയസ്സ് വരെയാണ്. പ്രതിദിന ഓണറേറിയം 750 രൂപയാണ് ലഭിക്കുന്നത്. നിയമന കാലാവധി 1 വർഷ കാലയളവിലെ പാനൽ റൊട്ടേഷൻ വ്യവസ്ഥയിലാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ നിയമസേവന അതോറിറ്റിയിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ നഗരസഭാ പരിധിയിലുള്ള നഴ്സിംഗ് കഴിഞ്ഞ പട്ടികജാതി ഉദ്യോഗാർത്ഥികളെ സ്റ്റൈഫൻഡോടുകൂടി സ്റ്റാഫ് നഴ്സ് താൽക്കാലിക തസ്തികയിലേക്ക് നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഓഗസ്റ്റ് 8 രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. മാസവേതനം BSc നഴ്സിംഗ് 10,000 രൂപയും ജനറൽ നഴ്സിംഗ് 8,000 രൂപയാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം അഭിമുഖത്തിന് അരമണിക്കൂർ മുമ്പ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ജില്ലയിൽ മൾട്ടിപർപ്പസ് വർക്കർ കാരുണ്യ പ്രോജക്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ആഗസ്റ്റ് 8 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ അംഗീകാരമുള്ള GNM നഴ്സിംഗും MS ഓഫീസുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. BCCPN അല്ലെങ്കിൽ CCCPN അഭികാമ്യമാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 15,000 രൂപയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തണം. അഭിമുഖത്തിന് 15 പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവും എഴുത്തു പരീക്ഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊച്ചി അർബൻ 3 SDS പ്രോജക്റ്റ് ഓഫീസ് പരിധിയിലെ കൊച്ചി കോർപ്പറേഷനിലെ 60 നമ്പർ അങ്കണവാടി കൃഷിയിലേക്ക് കൃഷി ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനിലെ സ്ഥിര താമസക്കാരും 2025 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഫോറത്തിൽ അപേക്ഷിക്കാം. SSLC പാസ്സായിരിക്കണം. അപേക്ഷ ആഗസ്റ്റ് 8 വൈകിട്ട് 5 വരെ മരട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അർബൻ 3 SDS പ്രോജക്റ്റ് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കും. അടുത്തത് എറണാകുളം ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി അഡാക് എറണാകുളം സെൻട്രൽ റീജിയൻ തേവര ഓഫീസിലേക്ക് ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിൽ ദിവസവേതനത്തിൽ നിയമനം നടത്തുന്നതിന് ആഗസ്റ്റ് 7 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യത BCom, MS ഓഫീസ്, ടാലി, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവറാണ്. താല്പര്യമുള്ളവർ നിശ്ചിത സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഓരോ പകർപ്പും സഹിതം അഡാക്ട് സെൻട്രൽ റീജിയൻ തേവരയിലുള്ള ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് ആഗസ്റ്റ് 5 നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ വിരമിച്ച സൈനിക, അർദ്ധ സൈനിക കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് പങ്കെടുക്കാം. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിരമിച്ച സൈനിക, അർദ്ധ സൈനിക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ആഗസ്റ്റ് 5 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലേക്ക്
നിയമനം നടത്തുന്നുണ്ട്. സിവിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം ഓഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാവണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ JPHN തസ്തികയിൽ അഡ്ഹോക് നിയമനം നടത്തുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത ANM ട്രെയിനിംഗ് സെൻറ്ററിൽ നിന്നുള്ള ANM കോഴ്സ് സർട്ടിഫിക്കറ്റും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അംഗീകൃത സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. യോഗ്യരായ അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ അസലുകളും പകർപ്പും സഹിതം ആഗസ്റ്റ് 7 രാവിലെ 10 മണിക്ക് ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.